കാൻഡിൽ സ്റ്റിക്സിനെ പറ്റി പറയുന്ന വീഡിയോൻ്റെ പാർട്ട് 2 ആണിത്. പാർട്ട് 1 കാണാത്തവർ തൊട്ടു പുറകിലുള്ള വീഡിയോ പോയി കണ്ടിട്ട് വരാം. ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല, എൻ്റെ ട്രേഡിംഗ് ജേണിയാണ് ഞാൻ ഈ ഒരു പേജിൽ ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിസ് ഈസ് ഡേ 5 ഓഫ് ഡോക്യുമെൻറ്റിങ് മൈ ഫോറക്സ് ട്രേഡിംഗ് ജേണി. ഇതാണ് സിമ്പിളായിട്ടുള്ള ഒരു ക്യാൻഡിൽ. ഈ ക്യാൻഡിലെ സെൻറ്ററിലുള്ള തിക്കായിട്ടുള്ള പോർഷനാണ് ഇതിൻ്റെ ബോഡി. ഈ ബോഡിയുടെ രണ്ട് എൻഡിലും ഓപ്പണിംഗ് പ്രൈസും ക്ലോസിംഗ് പ്രൈസും കാണാം. അതുപോലെ തന്നെ മേളിലും അടിയിലുള്ള ലൈൻസിനെയാണ് വിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഗ്രീൻ ക്യാൻഡിലും റെഡ് ക്യാൻഡിലും എടുത്തിട്ട് അത് രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്യാം. ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡിയുടെ തൊട്ടടിയിൽ കാണുന്നതാണ് ഓപ്പണിംഗ് പ്രൈസ്, ബോഡിയുടെ തൊട്ട് മേളിൽ കാണുന്നതാണ് ക്ലോസിംഗ് പ്രൈസ്. അതേസമയം ഒരു റെഡ് ക്യാൻഡിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡിയുടെ മേളിൽ കാണുന്നത് ഓപ്പണിംഗ് പ്രൈസും അടിയിൽ കാണുന്നത് ക്ലോസിംഗ് പ്രൈസും ആയിരിക്കും. ഈ ഗ്രീൻ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മേളിലും അടി കാണുന്ന വിക്കുകൾ കാണിക്കുന്നത് ഹയസ്റ്റ് പ്രൈസ് പോയിന്റും ലോവസ്റ്റ് പ്രൈസ് പോയിന്റും ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് എത്രത്തോളം കയറി എത്രത്തോളം താഴെ വരെ പോയി എന്നുള്ളതാണ്. ഇനി നമുക്ക് ലൈവ് മാർക്കറ്റിലെ ക്യാൻഡിൽസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞൊരു ഫ്രീ പ്ലാറ്റ്ഫോമാണിത്. ചാർട്ടുകൾ നോക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതിൽ ഈ ടോപ്പ് സെക്ഷനിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടൈം ഫ്രെയിം സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ചാർട്ടാണ് കറൻ്റ്ലി എടുത്തേക്കുന്നത്. അതായത് ഓരോ ക്യാൻഡിൽസും 5 മിനിറ്റ്സ് ആയിരിക്കും. ഇനി 1 അവർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ക്യാൻഡിൽസും ഇനി 1 അവർ ആയിരിക്കും. ഈ ഒരു ക്യാൻഡിൽ 1 അവറാണ്, ഈ ഒരു ക്യാൻഡിൽ 1 അവറാണ്. അതായത് ഒരു ക്യാൻഡിൽ ഫോം ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് 1 അവർ. ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു ക്യാൻഡിൽ റണ്ണിങ്ങിലാണ്. 5 മിനിറ്റും കൂടി ബാക്കിയുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞാൽ 1 അവർ ആവും. എന്നിട്ട് അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ചെയ്യും. ഇനി നമുക്ക് ഗ്രീൻ ക്യാൻഡിലും റെഡ് ക്യാൻഡിലും ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രീൻ ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുന്നത് അടിയിലായിരിക്കും, ക്ലോസ് ചെയ്യുന്നത് മേളിലായിരിക്കും. റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ ഓപ്പൺ ചെയ്യുന്നത് മേളിലായിരിക്കും, ക്ലോസ് ചെയ്യുന്നത് അടിയിലായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ്. ഓക്കെ, പ്രൈസ് ക്ലോസ് ആയത് ഇവിടെ നിന്നാണ്. അതായത് പ്രൈസ് സ്റ്റാർട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ റേഞ്ചിലാണ് പ്രൈസ് ക്ലോസ് ആയത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്, എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ ക്യാൻഡിലാണ്. ബയേഴ്സാണ് ഇവിടെ വിൻ ചെയ്തത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഓപ്പൺ ചെയ്തത് ഇവിടെ നിന്നാണ്, ക്ലോസ് ആയത് ഇവിടെ നിന്നാണ്. അതായത് പ്രൈസ് ഏത് റേഞ്ചിലാണോ ഇരുന്നിരുന്നത് അതിനും കുറവിലാണ് ക്ലോസ് ആയത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതൊരു ബെയറിഷ് ക്യാൻഡിലാണെന്നാണ്. എന്ന് വെച്ചാൽ റെഡ് ക്യാൻഡിൽ അവിടെ വിൻ ചെയ്തത് സെല്ലേഴ്സാണ്. ഓക്കെ, ഈ ഒരു ടോപ്പ് പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരെ പ്രൈസ് പോയായിരുന്നു. ഇവിടുന്ന് ഓപ്പൺ ചെയ്തു, പ്രൈസ് ഇവിടെ വരെ പോയിട്ടുണ്ട്. ഈ ഒരു സെക്ഷൻ ആണെങ്കിൽ പ്രൈസ് ഇവിടെ വരെ അടിയിലേക്കും പോയിട്ടുണ്ട്. അതായത് ഓപ്പൺ ചെയ്തിട്ട് സെല്ലേഴ്സ് ഇവിടെ വരെ എത്തിച്ചു, പക്ഷേ ബയേഴ്സ് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ടോപ്പിലേക്ക് പോയി ഇവിടെ വരെ എത്തി, അതിനുശേഷം ഇവിടെ ക്ലോസ് ആയി. റെഡ് ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തു, നേരെ ടോപ്പ് വരെ ബയേഴ്സ് കൊണ്ടുപോയെങ്കിലും സെല്ലേഴ്സ് സ്ട്രോങ് ആയതുകൊണ്ട് അടിയിലേക്ക് വന്നു, ഇവിടെ വരെ എത്തി, സ്റ്റിൽ ഇവിടെ എത്തി, ക്ലോസ് ആയി. അപ്പോഴും ഇവിടെ വിൻ ചെയ്തത് സെല്ലേഴ്സാണ്. അതുകൊണ്ടാണ് അതൊരു റെഡ് ക്യാൻഡിലായത്. ഓരോ ക്യാൻഡിൽസിനും ഓരോ പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസിനെ പറ്റി പഠിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.